ഇന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറി പർച്ചേസ് വ്ളോഗാണ്. അച്ഛൻ്റെയും അമ്മയുടെയും 41ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, ജൂലൈ 10-ാം തീയതി. അപ്പോൾ അതിനുവേണ്ടി അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ചേട്ടൻ്റെ വകയായിട്ട് ഞാൻ നേരത്തെ തന്നെ ഡ്രസ്സ് എടുത്ത് കൊടുത്തായിരുന്നു. ഇതിപ്പോൾ അച്ഛൻ്റെ വകയായിട്ട് അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം അച്ഛൻ്റെ വക അമ്മയ്ക്ക് എല്ലാ വർഷവും എടുത്ത് കൊടുക്കാൻ തന്നെയാണ്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പം കുഞ്ഞാറ്റെ ഇന്ന് നേരത്തെ വിളിച്ചുകൊണ്ട് വന്നു. ഉച്ച കഴിഞ്ഞാൽ മഴയൊക്കെ ആണെന്ന് പറഞ്ഞ് ഉച്ചയോടെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. ഓട്ടോയ്ക്കാണ് പോയത്. അങ്ങനെ കായംകുളത്തുള്ള SM-ലാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റയ്ക്കും കൂടെയുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയാണ് പോയത്. അവൾ അതാ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അപ്പം കണ്ണാടി കണ്ടാൽ നമ്മളെപ്പോഴും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ കണ്ണാടി കണ്ടതിലുള്ള സന്തോഷമാണ്. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ എല്ലാ പ്രാവശ്യവും കോട്ടൺ സാരിയാണ് എടുക്കുന്നത്. ഇപ്രാവശ്യം കോട്ടൺ വേണ്ട, വെറൈറ്റി ആയിട്ട് വേറെ നല്ല കളറുള്ള ഒരു സാരി മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഈ സാരി സെലക്ട് ചെയ്തു. അമ്മയ്ക്ക് അത് നല്ലപോലെ ചേരുന്നുമുണ്ട്. അങ്ങനെ അതിനുള്ള ബ്ലൗസ് പീസും പിന്നെ പാവാടയും ഒക്കെ എടുത്തു. പിന്നെ കുഞ്ഞാറ്റ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ പറയാം അച്ഛനിത് നന്നായിട്ട് ചേരുമെന്ന്, അച്ഛനെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുഞ്ഞാറ്റയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാവുന്നതാണ്. കുഞ്ഞാറ്റയ്ക്കുള്ള ഡ്രസ്സ് അവൾ തന്നെ സെലക്ട് ചെയ്യും. നമ്മൾ ആരും എടുക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അവൾക്ക് തന്നെ എടുക്കണം. അങ്ങനെ പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ബില്ലുമൊക്കെ അടിച്ചു. പിന്നെ താഴെ പോയി അമ്മയ്ക്ക് നൈറ്റിയൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ നൈറ്റിയൊക്കെ സെലക്ട് ചെയ്തു. അപ്പോഴും ഒരാൾ ധൃതി വെച്ചിങ്ങനെ നിൽക്കുക, വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ്. പിന്നെ അച്ഛനുള്ള മുണ്ടെടുത്തു. ഞാനൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തായിരുന്നു, അതിനുള്ളൊരു ചേരുന്നൊരു മുണ്ടെടുക്കാൻ പോയി. കുഞ്ഞാറ്റ എപ്പോഴും ധൃതി വെച്ചിങ്ങനെ നിൽക്കുക, വാമേ അവൾക്കുള്ള ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ്. പിന്നെ ഈ പരാതി പറയുന്നത്, അമ്മ എൻ്റെ ഡ്രസ്സ് വന്നില്ലല്ലോ, അമ്മ എടുത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, മോളെ എല്ലാവരുടെയും ഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ബില്ലടിച്ച് അത് ഇപ്പം എടുത്താൽ മതിയെന്ന്. അങ്ങനെ അതിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ വന്ന് അത് പാക്ക് ചെയ്ത് വെളിയിലിറങ്ങിയപ്പോൾ ഒന്ന് മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഓട്ടോക്കാരൻ വന്ന് പിന്നെ ഓട്ടോയിൽ കയറി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരന് കൂലി അവൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ വാങ്ങിച്ച് അവൾ കൊടുത്തു. പിന്നെ വന്ന ഉടനെ അവൾക്കുള്ള ഡ്രസ്സൊക്കെ അവളെടുത്ത് നോക്കുമായിരുന്നു, ഇട്ട് നോക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആദ്യമേ വിളിച്ചപ്പോൾ അമ്മയുടെ നൈറ്റി മാത്രമേ കണ്ടു. പിന്നെ വിളിച്ചപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ കണ്ട്. നല്ല സൂപ്പർ ഡ്രസ്സാണ് അവൾ സെലക്ട് ചെയ്തത്. ഇപ്പോഴേ കുട്ടിക്ക് ഇതൊക്കെ അറിയാം സെലക്ട് ചെയ്യാൻ. എൻ്റെ പ്രായത്തിലൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പോലുമില്ല. പിന്നെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കും അച്ഛനും കുഞ്ഞാറ്റനും പോയി ചായക്കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാനൊരു പരിപ്പ് വടയും ഉഴുന്നുവടയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക്, ഷെയർ, സപ്പോർട്ടും ചെയ്യുക. ടാറ്റാ.